പാലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രം നാവ് ഉയർത്താനുള്ള ഒരു പ്രതിപക്ഷ പാർട്ടികൾ മാത്രമാണോ നമ്മുടെ രാജ്യത്തുള്ളത്? ബംഗ്ലാദേശിലെ സാധാരണക്കാരായിട്ടുള്ള ന്യൂനപക്ഷമായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ സുരക്ഷിതത്തിനായിട്ട് ഇവരെന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പാർട്ടികൾ, അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കോൺഗ്രസ് പ്രസ്ഥാനവും ഉടലെടുക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് തന്നെ ഈ രാജ്യത്ത് കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ട്. എന്നാൽ അവരുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം ഈ രാജ്യത്തെ മതപരമായി ജാതീയമായി വേർതിരിച്ച് പല പല കഷണങ്ങളാക്കി അതിൽ അധികാരം കൈയാളുക എന്നുള്ളതാണ്. ഇത് ഞാൻ കേവലം ഒരു ആരോപണമായി ഉന്നയിക്കുന്ന കാര്യമല്ല. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ പ്രത്യയശാസ്ത്രപരമായി അവർ പറഞ്ഞിരുന്നു, ഭാരതത്തെ ഭാഷ അടിസ്ഥാനത്തിൽ 16 വേർതിരിച്ച് സ്വാതന്ത്ര്യം കൊടുക്കണം, അല്ലാതെ ഒരു വലിയ രാജ്യം അത് ശരിയല്ല എന്നാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഉണ്ടാകുമ്പോൾ അത്തരം കൂടുതൽ രാജ്യങ്ങൾ ഉണ്ടായി വരണം എന്ന് പ്രത്യയശാസ്ത്രപരമായി തന്നെ നിലപാടെടുത്ത പ്രസ്ഥാനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരം കിട്ടുന്നതിന് വേണ്ടി മതപരമായിട്ടുള്ള പ്രീണനം എത്ര അങ്ങേയറ്റം കൊണ്ടുവരാമോ അത് കൊണ്ടുവരിക. ഇത് കോൺഗ്രസിന്റെ വളരെ പ്രഖ്യാപിതമായ നയമാണ്. അതവർ നടപ്പിലാക്കി വിജയിച്ചു എന്നുള്ളതാണ് പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ജന്മത്തിന് കാരണം. ഇപ്പൊ പലരും പറയാറുണ്ട്, മതത്തിന്റെ പേരിൽ പാകിസ്ഥാൻ ഉണ്ടായി, അത് ദൗർഭാഗ്യരായി പോയി. പക്ഷേ ഇന്ദിരാഗാന്ധി ആ പാകിസ്ഥാനെ രണ്ടാക്കി മാറ്റി എന്ന്, ബംഗ്ലാദേശ് ഉണ്ടാക്കി പാകിസ്ഥാനെ ദുർബലപ്പെടുത്തി എന്ന്. സത്യത്തിൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? പാകിസ്ഥാനെ ദുർബലപ്പെടുത്തണമായിരുന്നുവെങ്കിൽ ഇന്ദിരാഗാന്ധി അന്ന് ചെയ്യേണ്ടിയിരുന്നത് ബംഗ്ലാദേശ് എന്ന് ഇന്ന് വിളിക്കപ്പെടുന്ന ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തെ ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാക്കി മാറ്റുകയാണ് വേണ്ടിയിരുന്നത്, ഭാരതത്തിൽ ലയിപ്പിക്കുകയാണ് വേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല. പകരം നമുക്ക് ഇടതും വലതും ഓരോ ഇസ്ലാമിക രാഷ്ട്രങ്ങളെ സൃഷ്ടിക്കുകയാണ് ഇന്ദിരാഗാന്ധിയും ചെയ്തത്. അപ്പോൾ കോൺഗ്രസിന്റെ നയം എന്താണ്? ഇസ്ലാമിക ശക്തികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഭാരതത്തിനകത്ത് നിന്ന് കൂടുതൽ രാജ്യങ്ങളെ മുറിച്ച് കൊടുക്കുക. അത് കോൺഗ്രസിന്റെ നയമാണ്. അവർ നടപ്പാക്കി കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ അധികാരം കിട്ടാത്തത് കൊണ്ട് 16 രാജ്യങ്ങളാക്കി വേർതിരിക്കണമെന്നുള്ള അവരുടെ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ കോൺഗ്രസിന് കഴിഞ്ഞു. കോൺഗ്രസ് ഇസ്ലാമിക പ്രീണനത്തിന്റെ പേരിൽ ഭാരതത്തെ 3 മുറിച്ച് അതിൽ 2 രാജ്യങ്ങളെ മുസ്ലിമിന് കൊടുത്തു. ബാക്കി വന്ന ഒരു രാജ്യം മുസ്ലിങ്ങൾക്ക് കൂടുതൽ അധികാരമുള്ള, അതായത് ന്യൂനപക്ഷ അധികാരമുള്ള രാജ്യമാക്കി മാറ്റിയെടുക്കുകയും ചെയ്തു. ഫലത്തിൽ 3 രാജ്യങ്ങൾ ഉണ്ടാക്കി, 2 ഇസ്ലാമിക ഭരണത്തിന് കീഴിലും 1 ഇസ്ലാമിന് വേണ്ടിയുള്ള ഭരണത്തിന് കീഴിലും ആക്കി തീർക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചതും വിജയിച്ചതും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയാണ്. പ്രത്യയശാസ്ത്രപരമായിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവർക്കതിൽ യാതൊരു കുറ്റബോധവും ഇല്ല. അതുകൊണ്ട് ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ ഹിന്ദുക്കളോ ബുദ്ധമതക്കാരോ അല്ലെങ്കിൽ ക്രൈസ്തവരോ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായാൽ അതിലേറ്റവും സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത്, ചാരിതാർത്ഥ്യമടയുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. കാരണം അവർക്ക് ഇസ്ലാമിക സംഘടിത വോട്ട് ബാങ്കിനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് അധികാരം നിലനിർത്തുക എന്നുള്ളത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി സ്വീകരിച്ചിട്ടുള്ള പാർട്ടികളാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും. അതുകൊണ്ട് അവർക്കതിന് യാതൊരു മനസാക്ഷിക്കുത്തും വരില്ല. അതുകൊണ്ട് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇസ്ലാമിന് എന്തെങ്കിലും ഒരു പോർലേക്ക് ഉണ്ടായാൽ അവർ ഭാരതത്തിൽ ശക്തമായി പ്രതിഷേധിക്കും. അത് പാർലമെന്റിൽ പ്രതിഷേധിക്കും, നിയമസഭകളിൽ പ്രതിഷേധിക്കും, ചാനലുകളിലും പത്രങ്ങളിലും തെരുവുകളിലും അതുപോലെ തന്നെ ബുദ്ധിജീവികളുടെയൊക്കെ പരിപാടികളിലും ഒക്കെ അവർ പ്രതിഷേധിക്കും. മാധ്യമങ്ങളെ അതിനുവേണ്ടി ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തും. എന്നാൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഹിന്ദു ആക്രമിക്കപ്പെട്ടാലും, അത് ഇന്ത്യക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും, ഈ പറഞ്ഞ കൂട്ടരും മിണ്ടില്ല. കാരണം ആക്രമിക്കപ്പെടുന്നത് ഹിന്ദുവാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരന്റെയും കോൺഗ്രസ്സുകാരന്റെയും കാഴ്ചപ്പാടിൽ ഇല്ലായ്മ ചെയ്യേണ്ട ഒരു വംശമാണ്. അതുകൊണ്ട്
ഹിന്ദുവിനെ തമ്മിലടിപ്പിക്കുകയും ഹിന്ദുവിന്റെ രാജ്യം പിടിച്ചു പറിക്കുകയും അതിനെ പലതായിട്ട് കീറി മുറിക്കുകയും അതിൽ നിന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തുടരുമ്പോൾ അവർ പ്രഖ്യാപിതമായ ഹിന്ദു വിരുദ്ധത പ്രായോഗികമായി നടപ്പിലാക്കുകയാണ്. ഇതിലേറ്റവും രസകരവും അതേസമയം ദുഃഖകരമായ കാര്യം, ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്തും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തും ഹിന്ദുവിന്റെ പേരിട്ടുകൊണ്ട് നടക്കുന്ന കുറെ ജന്തുക്കളുണ്ട്. അവൻ പറയും ഞാൻ ഹിന്ദുവാന്ന് പറയും, എന്നിട്ട് കോൺഗ്രസുമാണ്. ഞാൻ ഹിന്ദുവാന്ന് പറയും, എന്നിട്ട് കമ്മ്യൂണിസ്റ്റുമാണ്. എന്റെ അഭിപ്രായത്തിൽ ഹിന്ദുവാണെന്ന് പറയുന്ന ഒരുത്തനെ യഥാർത്ഥ ഹിന്ദു ആണെങ്കിൽ അവൻ കോൺഗ്രസും ആകാൻ പറ്റില്ല, അവൻ കമ്മ്യൂണിസ്റ്റും ആകാൻ പറ്റില്ല. കാരണം അവൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്നു എന്ന് അവൻ ഭാവിക്കുന്ന അഭിനയിക്കുന്ന ഹിന്ദുവിന് വേണ്ടി കോൺഗ്രസ് ഇല്ല, കമ്മ്യൂണിസ്റ്റ് ഇല്ല. അതാണ് ഇന്ന് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ വീട് കൊള്ളയടിക്കുന്നു, ക്ഷേത്രങ്ങൾ തകർക്കുന്നു, അവരെ പരസ്യമായി കൊല്ലുന്നു. ഇവിടെ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ യാതൊരു പ്രതികരണവും ഇല്ല. കാരണം ഹിന്ദുക്കൾ കൊല്ലപ്പെടേണ്ടവരാണ്, ഹിന്ദുക്കൾ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരാണ്, ഹിന്ദുക്കളുടെ രാജ്യം വലിച്ചു കീറി പല കഷണമാക്കി ദാനം ചെയ്യേണ്ടതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അധികാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അത് നടപ്പിലാക്കുകയും ചെയ്ത കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് എന്നും ഹിന്ദു വിരുദ്ധതയാണ് അവരുടെ വലിയ ഊർജ സ്രോതസ്. അവരുടെ ഇന്ധനം ഹിന്ദു വിരുദ്ധതയാണ്. അല്ലെങ്കിൽ നമ്മൾ സംശയമുണ്ടെങ്കിൽ ഒരു കോൺഗ്രസ് ഹിന്ദുവിനോട് ചോദിക്കൂ, ആ കോൺഗ്രസ് ഹിന്ദു എപ്പോഴും മുസ്ലിമിന് വേണ്ടി വാദിക്കുന്നത് കാണാം, എന്നാൽ ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ ബുദ്ധനോ വേണ്ടി വാദിക്കുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് നോക്കൂ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എപ്പോഴും മുസ്ലിമിന് വേണ്ടി വാദിക്കും, പക്ഷേ ഒരിക്കലും ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ബുദ്ധനോ വേണ്ടി വാദിക്കുകയില്ല. അവന്റെ മാധ്യമങ്ങളും അവന്റെ ബുദ്ധിജീവികളും അവന്റെ സോഷ്യൽ മീഡിയയും എല്ലാം ഇസ്ലാമിന് വേണ്ടി മാത്രം തിരിച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ ഇവരൊക്കെ ഹിന്ദുവിന്റെ പേരിട്ട് നടക്കുകയും ചെയ്യുന്നു. അതായത് മനസ്സിന്റെ ഉള്ളിൽ ഇസ്ലാമിനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞ, എന്നാൽ ഇസ്ലാമിന് വേണ്ടി വിടുപണി ചെയ്യാൻ ഇപ്പോഴും ഹിന്ദുവായി തുടരുന്ന അങ്ങേയറ്റം ഭീകരമായിട്ടുള്ള മനസ്സുള്ളവരുടെ പേരാണ് കോൺഗ്രസുകാർ, കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളത്. നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഒരു ബില്ല് 2020 കാലഘട്ടങ്ങളിൽ കൊണ്ടുവന്നിരുന്നു. വിഷയം ഒന്ന് മാത്രമായിരുന്നു പൗരത്വ ഭേദഗതി ബില്ല്. ഈ പൗരത്വ ഭേദഗതി ബില്ല് പാസ്സാക്കിയ സമയത്ത് ഏറ്റവും കൂടുതൽ അതിനെ എതിർത്തത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകളെല്ലാമായിരുന്നു. ഇതിൽ യഥാർത്ഥത്തിൽ അന്ന് അമിത്ഷാ പറഞ്ഞ ഒരുപാട് പ്രസ്താവനകളുണ്ട്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പോലെയുള്ള പല രാജ്യങ്ങളിലും അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം പീഡിപ്പിക്കപ്പെടുന്നു. ആ പീഡനമേൽക്കുന്ന അവിടുത്തെ ഇതുപോലെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഭാരതത്തിൽ പൗരത്വം നൽകുന്നതിനായിട്ടുള്ള ഒരു ബില്ലാണ് ഇതെന്ന് പറഞ്ഞത്. അന്ന് ഇതിനെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച പൗരത്വ ഭേദഗതി ബില്ല് എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളിൽ നിന്ന് നമ്മൾക്കത് ബോധ്യപ്പെടുന്നില്ല. തീർച്ചയായിട്ടും ബോധ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ അമിത്ഷാ അന്ന് കൊണ്ടുവന്ന ബില്ല് 100% ശരിയായിരുന്നു എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്ന കാര്യമാണ്. കാരണം ഈ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് മുറിഞ്ഞു പോയതാണ് ഇന്ത്യക്ക് ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം. ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് മുറിഞ്ഞു പോയതാണ്. ഇപ്പോ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്ന് പറയുന്ന അതിർത്തി ദേശ ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാനായ ഒരു നേതാവാണ്. അദ്ദേഹം പാകിസ്ഥാനിയും അല്ല, ബംഗ്ലാദേശിയും അല്ല, അഫ്ഗാനിസ്ഥാൻകാരനാണ്. എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങൾ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലേക്ക് വന്നപ്പോൾ അവിടെ കൊടിയ പീഡനം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് പ്രാണരക്ഷാർത്ഥം ഭാരതത്തിലേക്ക് വരുമ്പോൾ അവരുടെ പൗരത്വം ഭാരതത്തില് അംഗീകരിച്ചു കൊടുക്കുവാൻ ചില ഇളവുകൾ, അതായത് നിർബാധം അംഗീകരിക്കില്ല, ചില ഇളവുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഇത് ഹിന്ദുവിനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ഹിന്ദുവിനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് മുസ്ലിമിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വലിയ കോലാഹലം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. CAA പാസ്സായി, CAA നടപ്പായി, ഇപ്പോൾ അത് നിലവിലുണ്ട്. അപ്പോൾ ഇവ ഭീകരതയും ഭീതിയും പരത്തിക്കൊണ്ട് ഇസ്ലാമിക മനസ്സുകളിൽ അവർക്കെതിരായിട്ടുള്ള ഒരു ഭരണകൂട നടപടിയാണ് ഇത് എന്ന തെറ്റിദ്ധാരണ ഇവർ പരത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇവരെല്ലാ കാലഘട്ടങ്ങളിലും ചെയ്തുകൊണ്ടിരുന്നത് ഇതുപോലെയുള്ള തെറ്റിദ്ധാരണ പരത്തുക എന്നുള്ള കാര്യമാണ്. 100% നുണ. നമ്മുടെ ദേശത്തെ സംബന്ധിച്ചും നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചുമൊക്കെ ഇത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരന്റെയും കമ്മ്യൂണിസ്റ്റുകാരന്റെയും പതിവ് സ്വഭാവം. അത് തന്നെയാണ് ഇപ്പോൾ ഈ രംഗത്ത് വ്യക്തമാവുന്നത്.